അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ 1 കപ്പ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ അരി നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഏത് കപ്പിലാണോ അരി അളന്നെടുത്തത് അതേ കപ്പിന്റെ അളവിൽ തന്നെ വെള്ളവും അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അരിയെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കശുവണ്ടി എല്ലാം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് ഇത് കോരി മാറ്റാം. ബാക്കി ചൂടായി കിടക്കുന്ന അതേ നെയ്യിൽ തന്നെ 1/4 കപ്പ് ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇപ്പൊ തേങ്ങ കൊത്തെല്ലാം ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇത് ആ നെയ്യോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 2 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ഈ 2 കപ്പ് ശർക്കരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. ഇപ്പൊ ശർക്കര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണ് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ മുഴുവൻ ശർക്കര പാനിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അഴുക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ശർക്കര പാനി കിടന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക തല്ലിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം തന്നെ വെക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി മുഴുവനും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് പറ്റി സെറ്റായി കിട്ടും. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു മിക്സിംഗ് ബൗളില് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ വെച്ച് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ മാവും ഓയിലും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്കിപ്പോ 1/2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിക്ക് അങ്ങ് കുഴച്ചെടുക്കരുത്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആണ്, കണ്ടല്ലോ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നല്ലോണം 1 മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. 1 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ വേണം ബാക്കി എല്ലാ മാവും ഉരുട്ടിയെടുക്കാൻ. അപ്പൊ ഉരുട്ടിയെടുക്കുമ്പോൾ എല്ലാ മാവും ഒരേ അളവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാ മാവും ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉരുട്ടിയെടുത്തതിൽ നിന്നും 1 ഉരുള മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ചെറിയൊരു ബൗൾ എടുക്കാം. ബൗളിന്റെ പുറത്ത് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഒരുപാടൊന്നും തടവണ്ട, ചെറുതായിട്ടൊന്ന് തടവി കൊടുത്താൽ മതി. കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത്, മാവിന്റെ പുറത്ത് ഈ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് വലിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ കൈവച്ചാക്കി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ നമുക്ക് മുറിഞ്ഞു വരും. ഇതുപോലെ കൈ കൊണ്ടാക്കിയെടുക്കാം. ഈ മാവ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ബൗൾ ഒന്ന് തിരിച്ചു പിടിക്കാം. അപ്പൊ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് കൈവച്ച് ഒട്ടിച്ചു വെച്ച് കൊടുക്കണം. ബൗള് മുഴുവനും ഒട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ വേണം ബാക്കി എല്ലാ മാവും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെക്കുമല്ലോ, അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കുക, ഇങ്ങനെ തിരിച്ചിട്ട് വെക്കരുത്. ഇപ്പൊ ഇതുപോലത്തെ 4 ബൗളില് മാവൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ഒന്ന് ചൂടാവണം. നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു ബൗൾ ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് ഇത് ബൗളൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ആരെ തന്നെ ഈ മാവ് ഇളകി വരും. അപ്പൊ ഒരു സൈഡ് ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അതാ കണ്ടല്ലോ, നല്ല ഈസി ആയിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ബൗള് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പുറത്തുള്ളത് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. അകവും കൂടെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. മറിച്ചും തിരിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പൊ മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ, ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ലോണം മൊരിഞ്ഞ് കിട്ടും. കൂടുതൽ അങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ഒരു ചെറിയൊരു ഗോൾഡൻ നിറം ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം. കണ്ടോ? ഇത്രയും മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അധികം ഓയിലൊന്നും കുടിക്കില്ല.
നമ്മളെ ഫില്ലിംഗ് ഇതാ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇപ്പൊ എല്ലാം എന്താ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാത്തിലും എന്താ ഫില്ലിംഗ് ഒക്കെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്രമാത്രം ക്രിസ്പി ആണെന്നുള്ളത് ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്ത് നമുക്ക് കഴിക്കാം. അല്ലാതെ നമുക്ക് കടിച്ചു വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്